ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 2 5-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 2 ശ്ലോകം 5. ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്ത്വേഷ്വേഷ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവ ദത്താദരാ. ഇനി നമുക്ക് ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥമൊന്ന് നോക്കാം. ലക്ഷ്മീ സ്ഥാവക രാമണീയക ഹൃദൈവേയം. ലക്ഷ്മീഹി മഹാലക്ഷ്മി ദേവി, താവക അങ്ങയുടെ ഭഗവാന്റെ, രാമണീയക രമണീയത സൗന്ദര്യത്തിൽ, ഹൃദൈവേയം ഹൃദാഹ ഏവ ഇയം. ഹൃദാഹ ഹൃദയം അപഹരിക്കപ്പെട്ടവൾ ആയിട്ട്, ഏവം തന്നെയാണ്, ഇയം ഈ, അതായത് ഈ മഹാലക്ഷ്മി ദേവി ഭഗവാന്റെ സൗന്ദര്യത്തിൽ ഹൃദയം അപഹരിക്കപ്പെട്ടവളായിട്ട് തന്നെയാണ് എന്തു ചെയ്യുന്നത്? പരേഷ്വസ്ഥിരേത്, പരേഷു മറ്റുള്ളവരിൽ, അസ്ഥിരത അസ്ഥിരയായിരിക്കുന്നത്. പരേഷ്വസ്ഥിരേ ഇതി എന്നുള്ള അസ്മിൻ അന്യദപി, അസ്മിൻ ആ കാര്യത്തിൽ, അന്യദപി അന്യത് മറ്റൊന്ന്, അഭി കൂടി, അതായത് പരേഷ്വസ്ഥിരേത്യസ്മിൻ അന്യദപി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ അസ്ഥിരയായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ മറ്റൊന്നുകൂടി, പ്രമാണമധുന വക്ഷ്യാമി പ്രമാണം തെളിവ്, അധുന ഇപ്പോൾ, വക്ഷ്യാമി ഞാനിതാ പറയുന്നു. പ്രമാണമധുന വക്ഷ്യാമി ഒരു തെളിവ് കൂടി ഞാനിതാ ഇപ്പോൾ പറയുന്നു. എന്തിന്? ലക്ഷ്മീദേവി മറ്റുള്ളവരിൽ അസ്ഥിരയാണ് എന്നുള്ള കാര്യത്തിന്. അപ്പോൾ ഈ ആദ്യത്തെ 2 വരിയിൽ പറയുന്നത്, ലക്ഷ്മീപദേ ഭഗവാനെ, ഈ ലക്ഷ്മീദേവി അങ്ങയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചിട്ട് ഹൃദയം അപഹരിക്കപ്പെട്ടവളായിട്ട് തന്നെയാണ് മറ്റുള്ളവരുടെ അടുത്ത് അസ്ഥിരയായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മറ്റൊരു തെളിവ് കൂടി ഞാനിതാ ഇപ്പോൾ പറയുന്നു. അപ്പോൾ അടുത്ത 2 വരികളുടെ അർത്ഥം നോക്കാം. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്ത്വേഷ്വേഷ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവ ദത്താദരാ. യേ ആരൊക്കെ, ത്വദ് അങ്ങയുടെ, ധ്യാനഗുണാനുകീർത്തന ധ്യാനത്തിലും കീർത്തനങ്ങൾ പുകഴ്ത്തുന്നതിലും ഗുണങ്ങൾ പാടിപ്പുകഴ്ത്തുന്നതിലുമൊക്കെ, രസാസക്ത രസം കണ്ടെത്തി അതിലാസക്തരായിരിക്കുന്നുവോ, ഹി ഭക്ത ജനാം അങ്ങനെയുള്ള ഭക്തജനങ്ങളിൽ, തേഷു യേഷാം തേഷു യേഷ തേഷു അതിൽ, യേഷ ഇവൾ ഈ മഹാലക്ഷ്മി ദേവി, വസതി വസിക്കുന്നു, സ്ഥിരൈവ സ്ഥിരയേവ സ്ഥിരമായി, ദൈത പ്രിയപ്പെട്ടവൻ്റെ, ദൈതപ്രസ്താവ ദത്താദര ദൈത എന്നാൽ പ്രിയപ്പെട്ടവൻ്റെ, ലക്ഷ്മീദേവിയുടെ പ്രിയപ്പെട്ടവനായ ഭഗവാന്റെ പ്രസ്താവിക്കുന്ന, എന്താണ് പ്രസ്താവിക്കുന്നത്? ഗുണാനുകീർത്തനങ്ങൾ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ ആ പ്രസ്താവങ്ങളിൽ, ദത്താദര ദേവി ദത്ത കൊടുക്കുന്നു, ആദരം. അതായത് ആരൊക്കെ ഭഗവാന്റെ ധ്യാനത്തിലും ഗുണങ്ങൾ പാടി പുകഴ്ത്തുന്നതിലും രസം കണ്ടെത്തി അതിലാസക്തരായിരിക്കുന്നുവോ അങ്ങനെയുള്ള ഭക്തജനങ്ങളിൽ ലക്ഷ്മീദേവി സ്ഥിരമായി വസിക്കുന്നു. പ്രിയപ്പെട്ടവൻ്റെ കീർത്തനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുന്നവളായിട്ട് രസം കൊണ്ട് ആ ഭക്തജനങ്ങളെ വിട്ടുപിരിയാതെ മഹാലക്ഷ്മി ദേവി അവരിൽ തന്നെ സ്ഥിരമായി പറ്റിക്കൂടുന്നു. ഇനി ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ ലക്ഷ്മീപദേ, അങ്ങയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചിട്ട് തന്നെയാണ്
ലക്ഷ്മി ദേവി അന്യന്മാരിൽ അസ്ഥിരയായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മറ്റൊരു തെളിവ് കൂടി ഇതാ ഇപ്പോൾ ഞാൻ പറയുന്നു. ആരൊക്കെ ഭഗവാന്റെ ധ്യാനത്തിലും ഗുണങ്ങൾ പാടിപ്പുകഴ്ത്തുന്നതിലും രസം കണ്ടെത്തി അതിലാസക്തരായിരിക്കുന്നുവോ അങ്ങനെയുള്ള ഭക്തജനങ്ങളിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി വസിക്കുന്നു. പ്രിയപ്പെട്ടവനെ പറ്റിയുള്ള പാടിപ്പുകഴ്ത്തലുകൾ കേൾക്കുമ്പോഴെല്ലാം അതിൽ രസം കൊണ്ട് വിട്ടുപിരിയാതെ ആ ഭക്തജനങ്ങളിൽ തന്നെ ദേവി പറ്റിക്കൂടുന്നു. അതായത് ലക്ഷ്മി ദേവിയുടെ സ്തുതിഗീതങ്ങൾ പാടുന്നവരേക്കാൾ ദേവി ഇഷ്ടപ്പെടുന്നത് ഭർത്താവായ മഹാവിഷ്ണു ഭഗവാന്റെ കീർത്തനങ്ങളും പാടിപ്പുകഴ്ത്തലുകളും കേൾക്കാനാണ്. വിഷ്ണു ഭഗവാന്റെ ഭക്തന്മാരിൽ ലക്ഷ്മി ദേവി എപ്പോഴും വസിക്കുന്നു. ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഐശ്വര്യം താനെ വന്നുകൊള്ളും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ നമ്മളോട് പറയുന്നത്. ലക്ഷ്മീസ്താവകരാമണീയകഹൃതൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജനാസ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവ ദത്താദരാ. ആറാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.